Hi all, welcome to our channel Multimedia of Science. അപ്പോൾ എഞ്ചിനീയറിംഗ് കെമിസ്ട്രി മൊഡ്യൂൾ 2-ലെ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനെയും ഒന്ന് കമ്പയർ ചെയ്തെടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കി നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് 3 പോയിന്റ്സ് ഓഫ് കമ്പാരിസൺ ബിറ്റ്വീൻ ദ യു വി ആൻഡ് ഐ ആർ സ്പെക്ട്രം. അപ്പോൾ യു വി സ്പെക്ട്രം ഐ ആർ സ്പെക്ട്രം ഇമ്പോർട്ടൻ്റ് ആണെന്നറിയാം. അപ്പോൾ രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അത് കമ്പയർ ചെയ്യാനായിട്ട് പഠിച്ചു വയ്ക്കാം. ദെൻ വൈ ഡസ് എ സിഗ്നൽ ഫോർ എ പർട്ടിക്കുലർ സെറ്റ് ഓഫ് പ്രോട്ടോൺ സ്പ്ലിറ്റ് ഇൻ ടു എ multiplet? Give the number of signals, peak ratio and multiplicity of the different set of protons in NMR spectrum of 1 bromopropane. അപ്പോൾ ഒരു പർട്ടിക്കുലർ കോമ്പൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ NMR സ്പെക്ട്രമിൽ പീക്ക് റേഷ്യോ, നമ്പർ ഓഫ് സിഗ്നൽസും എല്ലാം കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് രണ്ടാമതായിട്ട് ചോദിച്ചിട്ടുള്ള NMR സ്പെക്ട്രത്തിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗീവ് എ നീറ്റ് ആൻഡ് ലാബൽ സ്കെച്ച് ഓഫ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഓഫ് യു വി വിസിബിൾ സ്പെക്ട്രോമീറ്റർ. അപ്പോൾ യു വി വിസിബിൾ സ്പെക്ട്രോമീറ്ററിൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണെന്ന് അറിയാം. അപ്പോൾ അതിൽ എന്താണ് നമ്മൾ ആ സ്കെച്ച് വരയ്ക്കാനായിട്ട് പഠിക്കാം, അതുപോലെ ഓരോ കോമ്പൗണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പഠിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Write a note on vibrational mode of CO2 molecule. State which of these modes are IR active and reason for the activity. So IR activity നോക്കാൻ വേണ്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതൊക്കെ മോളിക്യൂൾസ് ആണ് IR ആക്റ്റീവ് ആയിട്ടുള്ളത്, ഏതൊക്കെയാണ് IR ഇനാക്റ്റീവ് ആയിട്ടുള്ളത്, സോ അതിൻ്റെ കാരണം എന്താണ്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയൊരു ടോപ്പിക് ഉണ്ട്, അതിൽ നിന്ന് ബേസ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അബൌട്ട് കെമിക്കൽ ഷിഫ്റ്റ് ആണ്. കെമിക്കൽ ഷിഫ്റ്റ് എന്താണെന്നും അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ വേരിയസ് എനർജി ട്രാൻസിഷൻ പോസിബിൾ ഇൻ ദ മോളിക്യൂൾ? അത് നമുക്കറിയാം 4 എനർജി ട്രാൻസിഷനാണുള്ളത് അല്ലേ. ഇലക്ട്രോണിക്, ട്രാൻസ്ലേഷണൽ, വൈബ്രേഷണൽ ആൻഡ് റൊട്ടേഷണൽ. അപ്പോൾ അത് 4ഉം എക്സ്പ്ലെയിൻ ചെയ്യാനും വൈ ഡസ് ഇലക്ട്രോണിക് സ്പെക്ട്രം അപ്പിയർ ബ്രോഡ്, അതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഇനി നോക്കാം NMR സ്പെക്ട്രം എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് ഓരോ മോളിക്യൂളും നമുക്ക് തന്നിട്ടുണ്ട്, എന്നിട്ട് അതിലെ NMR സ്പെക്ട്രം ഏതൊക്കെയാണ് കാണിക്കുന്നതെന്നും അതിനുള്ള കാരണമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളൊന്ന് ആൻസർ ഒന്നും ഇതിൽ പറയുന്നില്ല, പക്ഷെ കാരണം കുറേ ടൈം എടുക്കും നമ്മൾ ആൻസർ എടുത്ത് പറയുമ്പോൾ. പക്ഷേ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസിന് ആൻസർ തേടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിയറി പഠിച്ചവർക്കാണെങ്കിൽ പെട്ടെന്ന് അത് ചെയ്യാനായിട്ട് പറ്റും. സോ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുക എന്നുള്ളൊരു സംഭവമാണ് നമ്മളുടെ വീഡിയോ ആണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഹൗ ക്യാൻ യു ഡിസ്റ്റിംഗ്വിഷ് NMR സ്പെക്ട്രം ഓഫ് CH3CH2Cl ആൻഡ് CH3CHCl2 അപ്ലൈയിങ് കൺസെപ്റ്റ് ഓഫ് സ്പിൻ സ്പ്ലിറ്റിംഗ്. അപ്പോൾ സ്പിൻ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉപയോഗിച്ച് 2 മോളിക്യൂൾ തന്നിട്ടുണ്ട്, അവരുടെ NMR സ്പെക്ട്രം ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ അടുത്ത എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് മോളിക്യൂൾ ഷോ UV വിസിബിൾ അബ്സോർപ്ഷൻ. അപ്പോൾ നോക്കൂ, ഈഥേൻ, ബ്യൂട്ടാഡൈൻ, ബെൻസീൻ, ഫീനോൾ. അപ്പോൾ ഇങ്ങനെ 4 മോളിക്യൂൾ തന്നിട്ട് 4 കോമ്പൗണ്ട്സ് തന്നിട്ട് അതിലെന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇവരുടെ 4 പേരുടെയും UV വിസിബിൾ അബ്സോർപ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ, അതിൻ്റെ റീസൺ പറയാനാണ് പറയുന്നത്. ഏതൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത് UV വിസിബിൾ അബ്സോർപ്ഷൻ, അതിൻ്റെ റീസൺസ് എന്താണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നമ്മൾ 9 ക്വസ്റ്റ്യനോളം ഡിസ്കസ് ചെയ്തു. ഇതെല്ലാം ഡിഫറെൻറ്റ് ഇയേഴ്സിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമുക്ക് അടുത്തേക്ക് പോകാം. വാട്ട് ഈസ് സ്പെക്ട്രോമീറ്റർ? റൈറ്റ് ദ പ്രിൻസിപ്പൽ കമ്പോണൻറ്റ് ഓഫ് ദ UV വിസിബിൾ സ്പെക്ട്രോമീറ്റർ. അപ്പോൾ നമുക്ക് സ്പെക്ട്രോമീറ്റർ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം, അതിൻ്റെ പ്രിൻസിപ്പൽ കമ്പോണൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, ദെൻ വീണ്ടും അഗെയിൻ NMR സ്പെക്ട്രം. അപ്പോൾ ഈ ചാപ്റ്ററിൽ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ടോപ്പിക്കുകളാണ് UV, IR ആൻഡ് NMR സ്പെക്ട്രം. എന്തായാലും ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, സോ പ്രിഡിക്റ്റ് NMR സ്പെക്ട്രം ഓഫ് ദ CH3, CHCl, CH3. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കോമ്പൗണ്ട് NMR സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് തിയറി ഓഫ് വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി. നമുക്കറിയാം വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പീൻ്റെ തിയറി എഴുതാനാണ് അവർ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ എന്തായാലും 3 എണ്ണത്തിൻ്റെയും തിയറി എന്ത് ചെയ്യണം, പഠിച്ചു വയ്ക്കണം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മോളിക്യൂൾ ക്യാൻ ഗീവ് IR സ്പെക്ട്രം. അപ്പോൾ മോളിക്യൂൾസ് തന്നിട്ടുണ്ട്, ഏതാണ് IR സ്പെക്ട്രം. ഇങ്ങനൊരു കോമ്പൗണ്ട് തന്നിട്ട്, അതായത് കുറച്ച് എലമെൻറ്റ്സ് തന്നിട്ട് അത് IR സ്പെക്ട്രം കാണിക്കുമോ, NMR സ്പെക്ട്രം കാണിക്കുമോ, അങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം സ്ഥിരമാണ്. സോ അത് നോക്കി വയ്ക്കാം. ദെൻ ഡിറൈവ് ദ ബിയർ-ലാംബേർട്സ് ലോ. Okay, then state the principle of vibrational spectroscopy. Arrange following compounds in order to of increasing the stretching frequency. C double bond C, single bond C, triple bond C. Write suitable explanation for your answer. അപ്പോൾ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി ഡിസ്കസ് ചെയ്യാം. വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് IR സ്പെക്ട്രോസ്കോപ്പി. സോ IR സ്പെക്ട്രോസ്കോപ്പി ഡിസ്കസ് ചെയ്യാനായിട്ടാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ അത് ഈ 3 എണ്ണത്തിൻ്റെ, അതായത് സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്, അവരുടെ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതിയിട്ട് അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാനാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത വാട്ട് ഈസ് സ്പിൻ സ്പ്ലിറ്റിംഗ്. സ്പിൻ സ്പ്ലിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതുപോലെ റൈറ്റ് ദ സ്പ്ലിറ്റിംഗ് പാറ്റേൺ ഇൻ ദ NMR സ്പെക്ട്രം ഓഫ്. അപ്പോൾ നമുക്ക് CH2Cl, CH2CL എന്ന് പറയുന്ന കോമ്പൗണ്ട് തന്നിട്ട് അതിലെ സ്പ്ലിറ്റിംഗ് പാറ്റേൺ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് പറയുന്നത്. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇമ്പോർട്ടൻറ്റ് അപ്ലിക്കേഷൻസ് ഓഫ് ദ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പിയുടെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്. ദെൻ അടുത്തത് എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ഓഫ് NMR സ്പെക്ട്രോസ്കോപ്പി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ന്യൂക്ലിയൈ ക്യാൻ ഹാവ് ദ പ്രസൻസ് ഇൻ NMR സ്പെക്ട്രം. ഓക്കെ, ഇതാ തന്നിട്ടുണ്ട്, മൂന്നെണ്ണം കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്. അപ്പം അതിൽ NMR സ്പെക്ട്രം എന്ത് ചെയ്യണം, നോക്കണം അല്ലേ, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. അതിനുള്ള കാരണം നമ്മൾ പറയണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ അടുത്ത NMR സ്പെക്ട്രത്തിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇത് വീണ്ടും കെമിക്കൽ ഷിഫ്റ്റ് എക്സ്പ്ലെയിൻ. അപ്പോൾ കെമിക്കൽ ഷിഫ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, so define the chemical shift, interpret number of signals, position and intensity of the signals in NMR spectrum of CH3, CH2, CH2, Cl. Next one, most absorption bands in the electronic spectra are very broad. Give reason. അതിനുള്ള കാരണമാണ് ചോദിച്ചിട്ടുള്ളത്. മോസ്റ്റ് അബ്സോർപ്ഷൻ ബാൻഡ്സ് ഇൻ ഇലക്ട്രോണിക് സ്പെക്ട്ര ആർ വെരി ബ്രോഡ്. ഗീവ് റീസൺ. ഓക്കെ, നമ്മൾ 20 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി മോഡ് ഓഫ് വൈബ്രേഷൻസ് ആർ ദർ ഇൻ വാട്ടർ മോളിക്യൂൾ. അപ്പോൾ വാട്ടർ മോളിക്യൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ H2. അപ്പോൾ അതിൽ എത്ര മോഡ് ഓഫ് വൈബ്രേഷൻസ് വരുന്നുണ്ട്. അത് എന്താണ്, IR ആക്റ്റീവ് ആണോ IR ഇനാക്റ്റീവ് ആണോ, അത് ചെക്ക് ചെയ്യാനാണ് പറയുന്നത്, കാരണം എഴുതാനും. ഓക്കെ, അടുത്ത എന്താണ്, വൈ ഈസ് TMS ടേക്കൺ ആസ് റെഫറൻസ് ടു ഡിറ്റർമിൻ ദ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ ഇൻ NMR സ്പെക്ട്രോസ്കോപ്പി. നമുക്കറിയാം NMR സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ TMSനെയാണ് റെഫറൻസ് ആയിട്ട് എടുത്തിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്നാണ് അവർ ചോദിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ഈസ് മീൻ ബൈ ദ ടേം ഷീൽഡിങ് അല്ലേ. ഷീൽഡിങ്ങും ഡീഷീൽഡിങ്ങും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താണ്, ഷീൽഡിങ് ആണ് ഇൻ NMR സ്പെക്ട്രോസ്കോപ്പി. ദെൻ വീണ്ടും CH3F, CH3Cl, CH3Br, CH3I. അപ്പോൾ ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സ് തന്നിട്ട് അതിനെ ഷീൽഡിങ് എഫക്റ്റിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ അതിനുള്ള റീസണും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് IR സ്പെക്ട്രം എന്നാണ്. അപ്പോൾ ഡിഫൈൻ ദ IR സ്പെക്ട്രം എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനും, വൈ HCl ഈസ് IR ആക്റ്റീവ് ബട്ട് ഹൈഡ്രജൻ മോളിക്യൂൾ ഈസ് നോട്ട്. അപ്പോൾ ഹൈഡ്രജൻ മോളിക്യൂൾ IR ആക്റ്റീവ് അല്ല, HCl IR ആക്റ്റീവ് ആണ്. അപ്പോൾ അതിന് ഉള്ള കാരണം എന്താണ്. ഇതെല്ലാം നമ്മൾ IR സ്പെക്ട്രം എന്നുള്ള ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്നേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഹൗ വിൽ യു ഡിസ്റ്റിംഗ്വിഷ് ദ ഐസോമേഴ്സ് ഓഫ് C4H10 യൂസിങ് NMR സ്പെക്ട്രോസ്കോപ്പി. അപ്പോൾ ഈ C4H10 എന്ന് പറയുന്നത് ഐസോമേഴ്സ് എഴുതി അതിന് NMR സ്പെക്ട്രോസ്കോപ്പി എങ്ങനെയാണ് അതിൻ്റെ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗീവ്സ് IR അബ്സോർപ്ഷൻ സ്പെക്ട്രം. ഏതൊക്കെയാണ്, കുറേ കോമ്പൗണ്ട് തന്നു, അതായത് O2, H2, CO. അത് സ്ഥിരം ക്വസ്റ്റ്യൻ. ഇപ്പോഴത്തെ കുറേ ക്വസ്റ്റ്യൻസായി നമ്മളിങ്ങനെ കാണുന്നു അല്ലേ. അപ്പോൾ IR അബ്സോർപ്ഷൻ സ്പെക്ട്രം കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ക്വസ്റ്റ്യൻസ്. ദെൻ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ഇൻ ദ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി, അപ്ലിക്കേഷൻസ് ഓഫ് ദ IR സ്പെക്ട്രോസ്കോപ്പി, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് NMR ആക്റ്റീവ് ന്യൂക്ലിയർ. ഹൗ മെനി സ്പിൻ directions possible in the magnetic field when I equal to 1/2, I equal to 1. Give example. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പിൻ വാല്യൂ അല്ലേ. അപ്പോൾ അതെന്ന് പറയുന്നത് 1/2 1 ആവുന്ന കണ്ടീഷൻസും പോസിബിലിറ്റിയും ഒക്കെയാണ് നമ്മൾ ചോദിക്കുന്നത്. അതുപോലെ NMRൽ വരുന്ന ഷീൽഡിങ്ങും ഡീഷീൽഡിങ്ങും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ മൊഡ്യൂൾ 2 പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മേഖലയിൽ നിന്ന് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് അപ്പോൾ ഇനിയും ചോദിക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ കണ്ടുപിടിച്ച് ഒരു ബുക്കിൽ എഴുതി നിങ്ങളത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, താങ്ക് യു.